എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 14-ാമത്തെ സർഗത്തിലെ 1 മുതൽ 7 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഇവിടെ യാഗത്തിൻ്റെ നടപടിക്രമങ്ങളെ പറ്റിയിട്ടാണ് വാൽമീകി മഹർഷി വർണ്ണിക്കുന്നത്. അനുഷ്ടുപ്പ് വൃത്തത്തിൽ തന്നെയാണ് ശ്ലോകങ്ങളുള്ളത്. നമുക്ക് ആദ്യം 1-ാമത്തെ ശ്ലോകം നോക്കാം. അഥ സംവത്സരേ പൂർണേ തസ്മിൻ പ്രാപ്തേ തുരംഗമേ സരയുവാശ്ചോത്തരേ തീരേ രാജ്ഞോ യജ്ഞോഭ്യവർത്തത. 1 വർഷം കൊണ്ടാണ് യാഗാശ്വം, അശ്വമേധയാഗമാണല്ലോ നടക്കുന്നത്. ആ യാഗാശ്വം ലോകം മുഴുവനും രാജ്യങ്ങളിലൊക്കെ ചുറ്റി സഞ്ചരിച്ച് തിരിച്ചെത്തണത്. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ അശ്വത്തിൻ്റെ സഞ്ചാരം കഴിഞ്ഞ് ഈ അയോധ്യയിലേക്ക് തന്നെ തിരിച്ചെത്തിയപ്പോൾ എന്നർത്ഥം. അതാണ് ആദ്യത്തെ വരിയിൽ പറയണത്. അഥ സംവത്സരേ പൂർണേ തസ്മിൻ തുരംഗമേ പ്രാപ്തേ സതി. 1 വർഷം അവസാനിച്ചു. അപ്പോൾ യാഗാശ്വം രാജ്യങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ട് തിരിച്ചെത്തുകയും ചെയ്തു. ആ സമയത്ത് അപ്പോഴാണ് പിന്നെ യാഗം ചെയ്യാൻ തുടങ്ങുന്നത്. സരയുവാഹ ഉത്തരേ തീരേ രാജ്ഞ യജ്ഞ അഭ്യവർത്തത. സരയൂ നദിയുടെ വടക്കേ തീരത്ത് ദശരഥ മഹാരാജാവ് ചെയ്യാൻ ആരംഭിച്ചതായ യാഗത്തിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി എന്നർത്ഥം. എന്നിട്ട് ആരായിരുന്നു അത്? ഇതൊക്കെ ആദ്യം പറഞ്ഞത് തന്നെയാണ്, വീണ്ടും വീണ്ടും പറയണമെന്നേ ഉള്ളൂ. 2-ാമത്തെ ശ്ലോകം നോക്കാം. ഋഷ്യശൃംഗം പുരസ്കൃത്യ കർമ്മചക്രുർദ്വിജർഷഭാഃ അശ്വമേധ മഹായജ്ഞേ രാജ്ഞോസ്യ സുമഹാത്മന. ഇതൊക്കെ അർത്ഥമറിയണ ഭാഗങ്ങൾ തന്നെയാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള പുരോഹിതനായിട്ട് തിരഞ്ഞെടുത്തത് ഋഷ്യശൃംഗനെയാണ്. അതാണ് ഋഷ്യശൃംഗം പുരസ്കൃത്യ. ഋഷ്യശൃംഗനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് യാഗത്തിൻ്റെ മുഖ്യ പുരോഹിതനായിട്ട് ഋഷ്യശൃംഗനെ ഏൽപ്പിച്ചുകൊണ്ട്, ഋഷ്യശൃംഗനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മുഖ്യ പുരോഹിതൻ്റെ ആ ഒരു പദവിയിലിരുന്നുകൊണ്ട്. അങ്ങനെ ദ്വിജർഷഭാഃ കർമ്മചക്രു, ആ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ബ്രാഹ്മണർ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ആരംഭിച്ചു. അശ്വമേധ മഹായജ്ഞേ രാജ്ഞോസ്യ സുമഹാത്മന. സുമഹാത്മന അസ്യ രാജ്ഞ അശ്വമേധ മഹായജ്ഞേ. ആ മഹാനായിട്ടുള്ള ദശരഥ മഹാരാജാവിൻ്റെ അശ്വമേധം എന്ന് പറഞ്ഞ യാഗത്തിൽ ഋഷ്യശൃംഗം പുരസ്കൃത്യ, ഋഷ്യശൃംഗമുനിയെ മുൻപിൽ നിർത്തിക്കൊണ്ട് ദ്വിജർഷഭാഃ കർമ്മചക്രു, മറ്റുള്ള പുരോഹിതന്മാരും ബ്രാഹ്മണരുമൊക്കെ യാഗകർമ്മങ്ങൾ ചെയ്യാനായിട്ട് ആരംഭിച്ചു എന്നർത്ഥം. 3-ാമത്തെ ശ്ലോകം. കർമ്മ കുർവന്തി വിധിവത് യാജകാ വേദപാരകാ യഥാവിധി യഥാന്യായം പരിക്രാമന്തി ശാസ്ത്രത. ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ യാഗസംബന്ധികളായിട്ടുള്ള ശാസ്ത്രങ്ങളും അതുപോലെ ന്യായങ്ങളും മീമാംസാദി ഗ്രന്ഥങ്ങളും ശിക്ഷ, കൽപ്പം തുടങ്ങിയിട്ടുള്ളതായ വേദാംഗങ്ങളുമൊക്കെ കൃത്യമായി പഠിച്ചുകൊണ്ടാണ് യാഗം ചെയ്യാൻ ആരംഭിച്ചത്. അതായത് ഒരു നീക്കുപോക്കും ഉണ്ടായിരുന്നില്ല, ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും അവിടെ ഉണ്ടായിരുന്നില്ല. അതാണ് കർമ്മ കുർവന്തി വിധിവത് യാജകാഹ വേദപാരകാഹ. യാജകാഹ എന്നാണ് പറഞ്ഞത്. യാചകന്മാരെന്ന് പറഞ്ഞാൽ യാഗം ചെയ്യുന്നവർ. യാചകാഹ എന്നല്ല, യജ്ഞവുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് യാചകന്മാർ. അവരെങ്ങനെയുള്ളവരായിരുന്നു? വേദപാരകാഹ, വേദം മുഴുവനും 4 വേദങ്ങളും പഠിച്ചിട്ടുള്ളവർ, 4 വേദങ്ങളുടെയും പാരം ഗമിച്ചിട്ടുള്ളവർ, അതിൻ്റെ മറുകര കണ്ടവർ, ആ അറിവ് മുഴുവനും ഉള്ളവർ, അവരെല്ലാവരും തന്നെ വിധിവത് കർമ്മ കുർവന്തി. അവരെങ്ങനെയാണ് കർമ്മം ചെയ്തത്? വിധിവത്, യാഗങ്ങൾ എങ്ങനെ ചെയ്യണം, അശ്വമേധയാഗം എങ്ങനെയാണോ ചെയ്യേണ്ടത് അതേപോലെ യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ യഥാവിധി യഥാന്യായം ശാസ്ത്രത, ശാസ്ത്രത്തിൽ എങ്ങനെയാണോ പറഞ്ഞു വച്ചിരിക്കുന്നത്, ശാസ്ത്രങ്ങളും നിയമങ്ങളും വേദാംഗങ്ങളുമൊക്കെ എപ്രകാരമാണോ യാഗം ചെയ്യണം എന്ന് തീർച്ചപ്പെടുത്തി വച്ചിരിക്കുന്നത്, നിയമം പറഞ്ഞു വച്ചിരിക്കുന്നത്, അതിൽ നിന്നും യാതൊരു തരത്തിലും വിട്ടുവീഴ്ച ഇല്ലാതെ തന്നെ മിടുക്കന്മാരായിട്ടുള്ള യാചകന്മാർ, അതായത് യാഗം ചെയ്യിക്കുന്നവരായിട്ടുള്ള ഋത്വിക്കുകൾ യാഗം ചെയ്യാനായിട്ട് ആരംഭിച്ചു. എന്നിട്ട് ചില പ്രത്യേക പൂജകളെ പറ്റിയിട്ടൊക്കെയാണ് അടുത്തത് പറയണത്. 4-ാമത്തെ ശ്ലോകം നോക്കാം. പ്രവർഗ്യം ശാസ്ത്രതഃ കൃത്വാ തഥൈവോപസദം ദ്വിജാഃ ചക്രുശ്ച വിധിവത് സർവമധികം കർമ്മശാസ്ത്രത. ശ്ലോകത്തിൽ 2 പൂജകളെ പറ്റി എടുത്ത് പറയുന്നുണ്ട്. യാഗകർമ്മങ്ങളിൽ ചെയ്യണതാണ്
ഒന്ന് പ്രവർഗ്യവും മറ്റൊന്ന് ഉപസദവും. എന്താണെന്ന് വിസ്തരിച്ച വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടില്ല. ഈ അശ്വമേധയാഗത്തിൻ്റെ ഭാഗമായിട്ടുള്ളതായ രണ്ട് പ്രശസ്തമായിട്ടുള്ള കർമ്മങ്ങളാണ് പ്രവർഗ്യവും ഉപസദവും. അത് രണ്ടും തന്നെ ദ്വിജന്മാരെങ്ങനെയാണ് ചെയ്തത്? ശാസ്ത്രത കൃത്വ, ശാസ്ത്രപ്രകാരം തന്നെ ചെയ്തിട്ട്. പ്രവർഗ്യം ശാസ്ത്രത കൃത്വ തഥായേവ ഉപസദം, അപ്രകാരം തന്നെ ഉപസദത്തെയും ശാസ്ത്രവിധിക്കനുസരിച്ച് തന്നെ ചെയ്തിട്ട്. ആരാണ് ചെയ്യുന്നത്? ദ്വിജന്മാർ ചെയ്യാണ്. ഈ തരത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള പൂജകളാവും ദേവന്മാർക്കുള്ളതായ ഇഷ്ടികൾ, പൂജകൾ, ചെറിയ ചെറിയ, അതായത് വലിയൊരു യാഗത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ചെറിയ തരം പൂജകളെയാണ് ഇഷ്ടികളെന്ന് പറയുക. ഈ അശ്വമേധയാഗത്തിൻ്റെ കൂട്ടത്തിൽ ചെയ്തതായിട്ടുള്ള ചെറിയൊരു ഇഷ്ടിയായിരുന്നു പുത്രകാമേഷ്ടി. പുത്രകാമേഷ്ടി എന്നുള്ളതായിരുന്നില്ല വലിയ യാഗം അശ്വമേധമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലെ ഒരു പൂജയായിരുന്നു പുത്രകാമേഷ്ടി. ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്ന, അതായത് പുത്രന്മാരുണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു കർമ്മം. അതുപോലെ ഈ ഉപസദവും പ്രവർഗ്യവുമൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ വളരെ കൃത്യമായിട്ട് വിധിപ്രകാരം തന്നെ ചെയ്തു. അവരെങ്ങനെയാണ് ചെയ്തത്? ചക്രുശ്ച വിധിവത് സർവം അധികം കർമ്മ ശാസ്ത്രത. ശാസ്ത്രത്തിൽ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞുവോ അതിനേക്കാളും ഒരു കൂടിയ അളവിൽ, അതായത് 10 ഉരു മന്ത്രം ജപിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഇരിക്കട്ടെ ഒരു 20 ഉരു ആയിക്കോട്ടെ, ഒട്ടും കുറയണ്ട എന്നുള്ള രീതിയിൽ കുറച്ച് കൂട്ടി തന്നെയാണ്. സർവം അധികം, എല്ലാം കൂടിയിട്ടേ ചെയ്തുള്ളൂ, ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല. അങ്ങനെ വിധിവത് ചക്രുശ്ച, വിധിയാവണ്ണം എന്തൊക്കെയാണോ പറഞ്ഞു വച്ചിരിക്കുന്നത് അതിനെ ശാസ്ത്രത്തിൽ പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള അളവിൽ ചെയ്യാണ് അവിടുത്തെ ദ്വിജന്മാർ ഉണ്ടായത്. സർവം അധികം കർമ്മ ശാസ്ത്രത വിധിവത് ചക്രുശ്ച. വിധിപ്രകാരം ശാസ്ത്രപ്രകാരം എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞുവോ അതിനേക്കാൾ കൂടുതലായിട്ട് കുറച്ച് കൂടിയ അളവിലാണ് കാര്യങ്ങളൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്തത്. ഇനി 5ാമത്തെ ശ്ലോകം നോക്കാം. അഭിപൂജ്യ തഥാ ഹൃഷ്ട സർവേ ചക്രുര്യഥാവിധി പ്രാതസ്സവനപൂർവാണി കർമാണി മുനിപുങ്കവ. അതുപോലെ തന്നെ പൂജകളൊക്കെ ചെയ്തിട്ട് വളരെ സന്തുഷ്ടന്മാരായിട്ടുള്ള മുനിപുങ്കവന്മാർ, അതാണ് അഭിപൂജ്യ തഥാ ഹൃഷ്ട സർവേ ചക്രുര്യഥാവിധി. വേണ്ട വിധിക്കനുസരിച്ച് പൂജകളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റിയവരായിട്ടുള്ള ഋഷീശ്വരന്മാർക്ക് വളരെയധികം സന്തോഷമായി. അതാണ് തേ ഹൃഷ്ടാഹ, പൂജകളൊക്കെ ചെയ്ത ആ ഋഷീശ്വരന്മാർ, ബ്രാഹ്മണർ വളരെയധികം സന്തോഷിച്ചു. അതായത് വിധിക്ക് അനുസരിച്ച് യാതൊരു വിഘ്നവുമില്ലാതെ എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളതിൻ്റെ സന്തോഷം അവർക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് പ്രാതസവന പൂർവാണി കർമാണി മുനിപുങ്കവാഹ. പ്രാത എന്ന് പറഞ്ഞാൽ വെളുപ്പാങ്കാലത്ത് കുളിക്കുകയൊക്കെ ചെയ്തിട്ട്, സവനകർമാണി വിധിയാമണ്ണം എന്ന് പറയുമ്പോൾ അതിലൊന്നിലും വിട്ടുവീഴ്ച ഉണ്ടായില്ല. അപ്പോൾ രാവിലെ എണീറ്റ് കുളിച്ച് സന്ധ്യാവന്തനാദികളൊക്കെ ചെയ്തതിന് ശേഷമാണ് യാഗകർമ്മങ്ങൾ ചെയ്തത്. ഒരു യാഗം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തേക്കല്ലല്ലോ, കുറേ ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. അപ്പോൾ രാവിലെ മുതലുള്ളതായ കർമ്മങ്ങളെ പറ്റിയിട്ടാണ് പറയണത്. രാവിലെ എണീറ്റ് പ്രാതസവനപൂർവാണി കർമാണി മുനിപുങ്കവാഹ ചക്രു, അതായത് രാവിലെ എണീറ്റ് സകല പൂജകളും ചെയ്തു തീർത്തു, രാവിലത്തെ കർത്തവ്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് പറയണത്. രാവിലത്തെ കർമ്മങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു. അടുത്ത ശ്ലോകത്തിൽ ഉച്ചക്കലത്തെ കാര്യമാണ് പറയണത്. ഐന്ദ്രശ്ച വിധിവദ്ദത്തോ രാജാ ചാഭിഷുതോ നഖ മധ്യന്തിനം ച സവനം പ്രാവർത്തത യഥാക്രമം. അതിനുശേഷം ഉച്ചയ്ക്കുണ്ടായ ആ ഒരു കർമ്മത്തിൻ്റെ പേരാണ് അത് ഐന്ദ്രഹ വിധി. ഐന്ദ്രശ്ച വിധിവദ്ദത്ത. ഐന്ദ്രം എന്ന് പറഞ്ഞ ഒരു കർമ്മം ഉണ്ടല്ലോ, അത് വിധിപൂർവകമായിട്ട് അതും നൽകുണ്ടായി. അതായത് ഇന്ദ്രന് ഈ സോമലത പിഴിഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. അതാണ് ഉച്ചയ്ക്ക് ചെയ്യണത്. അതാണ് ഐന്ദ്രശ്ച വിധിവദ്ദത്തോ രാജാ ച അഭിഷുതോ അനഘ. അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. ഈ കല്ലിലിടിച്ചിട്ട് ഇതിൻ്റെ നീര്, സോമലതയുടെ നീര് ഇന്ദ്രനായിട്ട് അർപ്പിക്കുക എന്നുള്ളത്. അത് ഉച്ച സമയത്താണ് ചെയ്യേണ്ടത്. അതും വിധിപ്രകാരം തന്നെ ചെയ്തു. മധ്യന്തിനം ച സവനം പ്രാവർത്തത യഥാക്രമം. ഉച്ചയ്ക്കുള്ള പൂജകൾ അങ്ങനെയാണ് ചെയ്തു തീർത്തത്. സവനം എന്ന് പറഞ്ഞാൽ പൂജകൾ എന്നർത്ഥം. ഇവിടെ ഉച്ചവരെയുള്ളത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇനി 3ാമത്തെ സവനം,
അതാണ് 7ാമത്തെ ശ്ലോകത്തിൽ പറയണത്. തൃതീയ സവനം ചൈവരാജ്ഞോസ്യ സുമഹാത്മന ചക്രുസ്തേ ശാസ്ത്രതോ ദൃഷ്ട്വാ യഥാ ബ്രാഹ്മണ പുങ്കവാഹ. ബ്രാഹ്മണ പുങ്കവന്മാർ, ശ്രേഷ്ഠന്മാരായിട്ടുള്ള ദ്വിജന്മാർ, യാഗാദി കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവരെന്താ ചെയ്തത്? ആ മഹാത്മാവായിട്ടുള്ള രാജാവിൻ്റെ സുമഹാത്മന അസ്യ രാജ്ഞ, ദശരഥ മഹാരാജാവിൻ്റെ തൃതീയ സവനം, 3ാമത്തെ സവനം, അത് വൈകുന്നേരത്തോട് കൂടിയിട്ടാവുമല്ലോ ചെയ്തു തീർത്തിട്ടുണ്ടാവുക. അത് ശാസ്ത്രത ദൃഷ്ട്വാ, യഥാശാസ്ത്രത ദൃഷ്ട്വാ തേ ചക്രു. ശാസ്ത്രങ്ങളിൽ എങ്ങനെയാണോ പറഞ്ഞു വച്ചിരിക്കുന്നത് അതിനനുസരിച്ച് തന്നെ 3ാമത്തെ പൂജകളും ചെയ്തു തീർത്തു. അപ്പോൾ ഒരു ദിവസം രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം എന്നിങ്ങനെ 3 നേരങ്ങളിൽ സവനങ്ങൾ ചെയ്തു തീർത്തു എന്നാണ് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ഈ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. അധ സംവത്സരേ പൂർണേ തസ്മിൻ പ്രാപ്തേ തുരംഗമേ സരൈവാശ്ചോത്തരേ തീരേ രാജ്ഞോ യജ്ഞോഭ്യവർത്തത ഋഷ്യശൃംഗം പുരസ്കൃത്യ കർമ്മചക്രുർദ്വിജർഷഭാഃ അശ്വമേധമഹായജ്ഞേ രാജ്ഞോസ്യ സുമഹാത്മന കർമ്മ കുർവന്തി വിധിവത് യാജകാഃ വേദപാരകാഃ യഥാവിധി യഥാന്യായം പരിക്രാമന്തി ശാസ്ത്രത പ്രവർഗ്യം ശാസ്ത്രത കൃത്വാ തഥൈവോപസദം ദ്വിജാഃ ചക്രുശ്ച വിധിവത് സർവമധികം കർമ്മശാസ്ത്രത അഭിപൂജ്യ തദാ ഹൃഷ്ടാഃ സർവേ ചക്രുർയഥാവിധി പ്രാതഃ സവനപൂർവാണി കർമാണി മുനിപുങ്കവാഃ ഐന്ദ്രശ്ച വിധിവദ്ദത്തോ രാജാ ചാഭിഷുതോ നഖ മധ്യന്ദിനം ച സവനം പ്രാവർത്തത യഥാക്രമം തൃതീയ സവനം ചൈവ രാജ്ഞോസ്യ സുമഹാത്മന ചക്രുസ്തേ ശാസ്ത്രതോ ദൃഷ്ട്വാ യഥാ ബ്രാഹ്മണ പുങ്കവാ. യാഗത്തിൻ്റെ ഓരോരോ ചടങ്ങുകളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.